ചാന്ദ് ഓർ കവി. ചന്ദ്രനും കവിയും തമ്മിലുള്ള സംഭാഷണമാണ്. കവി രാംധാരി സിംഗ് ദിനകർ. അപ്പോൾ അദ്ദേഹമാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. പോയത്തിൽ നമുക്ക് എന്താണെന്ന് പറയണം, നമുക്ക് നോക്കാം. रात योम कहने लगा मुझसे गगन का चांद आदमी भी क्या अनोखा जीव होता है. അപ്പോൾ ആകാശത്ത് നിന്ന് ചന്ദ്രൻ രാത്രിയിൽ കവിയോട് പറയണേണ്, മനുഷ്യനൊരു വിചിത്ര ജീവിയാണ്. അവൻ എന്താണ് സ്വയം പ്രശ്നങ്ങളുടെ ഊരാക്കുടുക്കളൊക്കെ സൃഷ്ടിച്ചിട്ട് അതിൽ കുടുങ്ങിക്കിടന്ന് അസ്വസ്ഥനാകുന്നു, ഉറക്കവും ഉന്മേഷവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നു. അതാണ് രാത്രിയോം കഹനേലക മുझसे ഗഗൻ കാ ചാന്ദ് आदमी भी क्या अनोखा जीव होता है. उलझने अपनी बनाकर आप ही फंसता और फिर बेचैन हो जगता ना सोता है. നെക്സ്റ്റ്, ജാൻതാ ഹേ തൂ കി മേ കിത്തന പുരാന ഹോ. അപ്പോൾ കവിനോട് പറഞ്ഞാണ്, നിങ്ങൾക്കറിയോ ഈ ലോകത്തിലെ ഏറ്റവും പുരാതന സൃഷ്ടികളിലൊന്നാണ് താനെന്ന് കവിയോട് അഹങ്കാരത്തോടെയാണ് ചന്ദ്രൻ പറയുന്നത്. മേ ചുക്കാഹും ദേഖ് മനുക്കോ ജനത്തെ മരത്തെ. അതായത് ആദിമനുഷ്യനായ മനുവിൻ്റെ ജനനവും മരണവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ആദിമ മനുഷ്യനായ അപ്പോൾ എല്ലാ ജനത്തിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരെ ഞാൻ കാണാൻ യോഗ്യനായ ഒരു വ്യക്തിയാണെന്നാണ് ചന്ദ്രൻ പറയുന്നത്. और लाखों बार तुझसे पागलों को भी चांदनी में बैठ स्वप्न पर सही करते. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, മനുഷ്യ സൃഷ്ടിക്ക് മുൻപേ ചന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്ന് സാരം. അപ്പം ചന്ദ്രൻ്റെ അഭിപ്രായത്തിൽ വെറും സ്വപ്ന ലോകത്തിലും ഭാവന സൃഷ്ടികളിലും ജീവിക്കുന്ന കവി സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടവനാണെന്ന്. അപ്പം കവിനെ കളിയാക്കലാണ്, കവിക്ക് സ്ഥിരബുദ്ധി ഇല്ലെന്നാണ് കവിനോട് ചന്ദ്രൻ പറയുന്നത്. ആത്മിക സ്വപ്ന ഹേ വഹ് ബുൾബുല ജൽക आज बनता और कल फिर टूट जाता है किंतु तो भी धन्य ठहरा आदमी ही तो बुलबुलों से गेलता കവിത बनाता है. മനുഷ്യൻ്റെ സ്വപ്നങ്ങളെല്ലാം ചന്ദ്രൻ ജലകുമിളകളോടാണ് തുലനം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ജലകുമിളകൾ ക്ഷണനേരം കൊണ്ട് ജന്മമെടുക്കുകയും പെട്ടെന്ന് തന്നെ പൊട്ടിത്തകർന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പരിവർത്തനത്തിനായിട്ടുള്ള, അതായത് മാറ്റത്തിനായിട്ടുള്ള മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് കവിയെ ചന്ദ്രൻ പരിഹസിക്കുന്നതാണ്. മേന ബോല കിന്തു മേരി രാഗിണി ബോലി चांद फिर से देख मुझसो जानता है तो स्वप्न मेरे बुलबुले है ए नहीं पानी आग को भी क्या नहीं पहचानता है तो. അപ്പം എന്നിരുന്നാലും അപ്പം ചന്ദ്രൻ്റെ സങ്കല്പത്തിൽ എന്താണ്, മനുഷ്യൻ വളരെ അനുഗ്രഹീതനും ഭാഗ്യവാനുമാണ്. കാരണം എന്താണ്, മനുഷ്യൻ ജലകുമിളകളാകുന്ന സ്വപ്നങ്ങളുമായി കളിച്ച് രസിച്ചിട്ടാണ് കവിത സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇവിടെയും കവിയെ ചന്ദ്രൻ പരിഹസിക്കുന്നതാണ്. അതായത് എന്താണ്, യാഥാർത്ഥ്യങ്ങളാകാൻ ഒരു സാധ്യതയില്ലാത്ത ഭാവനകൾ കൊണ്ട് കവിത കുറിക്കുന്ന കവിയുടെ നേരം പോക്കിനെയാണ് ഇവിടെ ചന്ദ്രൻ കവിനെ പരിഹസിക്കുന്നത്. കവിനെ പരിഹസിക്കുന്നതാണ്, കവിക്ക് സ്ഥിരബുദ്ധി ഇല്ലെന്നും പറഞ്ഞാണ് കവിനെ പരിഹസിക്കുന്നത്. मैं ना वह जो स्वप्न पर केवल सही करते आगू में उसको गला लोहा बनाती हूँ और उस पर नींव रखती हूँ नए घर की इस तरह दीवार फौलादी उड़ाती हूँ. അപ്പോൾ എന്താണ്, ചന്ദ്രൻ്റെ കാവ്യചേതനനെയാണ് വെല്ലുവിളിച്ചത്. കവിക്ക് ചന്ദ്രനെ സ്ഥിരബോധം ഇല്ല, എന്നിട്ടും കവിത രചിച്ചുകൊണ്ട് അതുമേലെ ഇരുന്ന് രസിക്കുകയാണെന്നും പറഞ്ഞാണ് കവി ചന്ദ്രനെ കളിയാക്കുന്നത്. അപ്പോൾ തിരിച്ച് ചന്ദ്രനെ പരിഹസിക്കണ ഒരുങ്ങനെയാണ് കവി. അതെന്താണ്, കവി എന്താ പറയുന്നത്, ഞാൻ സ്വപ്നങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നില്ല, എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്, എൻ്റെ ചിന്താവിചാരങ്ങളുടെ അഗ്നിയിൽ ഉരുക്കി അവയെ കാരിരുമ്പാക്കി മാറ്റിയെടുക്കാൻ എനിക്ക് ശക്തിയുണ്ട്. അപ്പോൾ എൻ്റെ ആ കാരിരുമ്പ് കൊണ്ട് പുതിയ പുതിയ നിർമ്മാണങ്ങൾക്ക് ഫലവത്തായ മൂലക്കല്ലും ദൃഢമായ ചുമരുകൾ സ്ഥാപിക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് കവി ചന്ദ്രനോട്, അതായത് കവി കവിതയിലൂടെ ഇതെല്ലാം സ്ഥാപിച്ചെടുക്കുമെന്നാണ് ചന്ദ്രനോട് പറയുന്നത്. मनु नहीं मनुपुत्र है यह सामने जिसकी कल्पना की जीव में भी दार होती है बाण ही होते विचारों के नहीं केवल स्वप्न के भी हाथ में तलवार होती है. അപ്പം എന്താണ്, സമൂഹത്തിലെ വലിയ മാറ്റങ്ങൾക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം എഴുത്തുകാരൻ്റെ തൂലികക്ക്, അതായത് എഴുത്തുകാരൻ്റെ പേനയ്ക്ക് വഴിയൊരുക്കാൻ സാധിക്കുമെന്ന് ദിനകർജി ഇവിടെ സ്പഷ്ടമാക്കുകയാണ്. അപ്പോൾ പിന്നെ തിരിച്ചു പറയുകയാണ്, കാവ്യഭാവനയിൽ പറയുകയാണ്, ചന്ദ്ര അല്ലയോ ചന്ദ്ര, ഹേ നീ ഇപ്പോൾ കാണുന്നത് എന്താണ്, ജനിച്ചു മരിച്ചുപോയ ആ പഴയ മനുഷ്യനായ മനുവിനെയല്ല. അപ്പോൾ എന്താണ്, മനുവിൻ്റെ പുത്രനായ പുതിയ മനുഷ്യനെയാണ് ഇപ്പം നീ കാണുന്നത്. അപ്പോൾ ഈ മനുഷ്യനെന്താണ്, സ്വപ്നങ്ങൾക്ക് നാവുകളുണ്ട്, അവരുടെ ആ നാവുകൾക്കാണ് വലിയ ശക്തിയും മൂർച്ചയുമുണ്ട്. അപ്പോൾ അവൻ്റെ വിചാരങ്ങളിൽ അസ്ത്രങ്ങളുണ്ട്, അവൻ്റെ സ്വപ്നങ്ങളുടെ കൈകളിൽ മൂർച്ചയേറിയ വാളുണ്ട്. അപ്പോൾ കവിതകൾ എന്താണ്, പഴയതിനെ വെട്ടിമാറ്റി നശിപ്പിച്ച് പുതിയ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള ശക്തിയുണ്ടെന്നാണ് കവി ഇവിടെ
സമർത്ഥിക്കുന്നത്. स्वर्ग के सम्राट को जाकर खबर कर दे, रोज के आकाश चढ़ते जा रहे हैं, रोकिए जैसे बने इन സ്വപ്ന വാലോं को स्वर्ग की ओर बढ़ते आ रहे हैं. അപ്പം ചന്ദ്രനെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് കാവ്യചേതന പറയുകയാണ്, അല്ലയോ ചന്ദ്ര, സ്വർഗ സാമ്രാട്ടിനോട് നീ പോയി പറയൂ, ഞങ്ങൾ കവികൾ ഞങ്ങളുടെ സ്വപ്നങ്ങളുമായി എന്നും ആകാശത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം എന്താണ്, രോക്കിയെ ജൈസെ ബനെ ഇൻ സ്വപ്നവാലോങ്കോ, അപ്പോൾ സ്വർഗ സാമ്രാട്ടിനെ കീഴടക്കുവാൻ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാധിക്കും. സ്വർഗ കി ഓർ ബഡ്ത്തെ ആ രഹി ഹേ, അപ്പോൾ സ്വർഗത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ സ്വപ്നജീവികളെ തടയാൻ കരുത്തും തൻ്റെടോ ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കുവാൻ സ്വർഗ സാമ്രാട്ടിനോട് പോയി പറയൂ എന്നും പറഞ്ഞ് എന്താണ് ചന്ദ്രനോട് കവി വെല്ലുവിളിക്കുന്നതാണ് ഈ പോയം. അപ്പോൾ നിങ്ങൾ ഈ പോയം കംപ്ലീറ്റ് ജസ്റ്റ് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ മീനിങ്സ് ഒക്കെ ഒന്ന് ഗ്രാസ്പ് ചെയ്യുകയല്ല, ഒന്ന് വായിച്ചിട്ട് അതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കണം കേട്ടോ.